Hi dear students, welcome to Elan Station. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്. സോ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് പറയുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മുൻപേ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാണ് ആക്ടിവിറ്റീസ്. ഒരു ഹ്യൂമൻ ബീയിങ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പൊതുവെ നമുക്ക് ആക്ടിവിറ്റീസ് എന്ന് പറയാം. ആക്ടിവിറ്റീസിനെ പൊതുവെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആ ക്ലാസിഫിക്കേഷൻ വരുന്നത് എങ്ങനെയൊക്കെയാണടാ? ആ ക്ലാസിഫിക്കേഷൻ വരുന്നത് എക്കണോമിക് ആക്ടിവിറ്റി എന്നും അതേപോലെ തന്നെ നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്നുമാണ്. ഓക്കെ, എക്കണോമിക് ആക്ടിവിറ്റി എന്നും നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്നും ആക്ടിവിറ്റീസിനെ പൊതുവെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഈ എക്കണോമിക് ആക്ടിവിറ്റിയെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അവിടെ വരുന്നതാണ് ബിസിനസ്, അതേപോലെ തന്നെ പ്രൊഫഷൻ, ലാസ്റ്റ് ഓഫ് ഓൾ എംപ്ലോയ്മെന്റ്. ഓക്കെ, എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി? സാമ്പത്തികം ലക്ഷ്യം വെച്ചിട്ടുള്ള ഏതൊരു പ്രവർത്തനത്തെയും നമുക്കൊന്ന് വിളിക്കാം എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാം. ഓക്കെ, അത് ബിസിനസ് ആക്ടിവിറ്റികളാവാം, ദെൻ ഡോക്ടർ വർക്ക് ചെയ്തതാവാം, അതേപോലെ തന്നെ ലോയർ പ്രാക്ടീസ് ചെയ്തതാവാം, ദാറ്റ് മീൻസ് പ്രൊഫഷൻ ആവാം. ഇനി അതല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ആവാം. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വർക്ക് ചെയ്തത് പ്രൊഫഷൻ ആണെങ്കിൽ ഒരു അക്കൗണ്ടന്റ് അവിടെ അക്കൗണ്ടിങ് ആക്ടിവിറ്റീസിനകത്ത് ഏർപ്പെടുന്നത് എംപ്ലോയ്മെന്റ് ആയിട്ട് കണക്കാക്കാം. ക്ലിയർ? ഇത്തരത്തിലാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റിയെ പറ്റി പറയുന്നത്. ഇനി നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തികം ലക്ഷ്യം വെക്കാതെ, സാമ്പത്തികത്തിനേക്കാൾ ഉപരി മറ്റേതെങ്കിലും ഒരു ഫീലിംഗ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ജോബിനകത്ത് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാം. പൊതുവെ നമ്മൾ പറയാറുള്ള ഒരു എക്സാമ്പിൾ എന്താ വെച്ചാൽ, ഒരു അമ്മ അദ്ദേഹത്തിന്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, അവരുടെ കുട്ടിക്ക് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതൊരു നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ബിക്കോസ് അവരുടെ സാമ്പത്തികമല്ല ലക്ഷ്യം, കുട്ടിയോടുള്ള സ്നേഹവും വാത്സല്യവും തന്നെയാണ് പ്രധാനപ്പെട്ട മോട്ടിവേഷണൽ ഫാക്ടർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇത്തരത്തിലാണ് നമുക്ക് ആക്ടിവിറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിനകത്ത് എക്കണോമിക് എന്നും നോൺ എക്കണോമിക് എന്നും ക്ലാസിഫൈ ചെയ്തു. ആ എക്കണോമിക് ക്ലാസിഫിക്കേഷനകത്ത് നമ്മൾ ബിസിനസ് എന്നും പ്രൊഫഷൻ എന്നും എംപ്ലോയ്മെന്റ് എന്നും ക്ലാസിഫൈ ചെയ്തു. സോ ഈ ഒരു ക്ലാസിഫിക്കേഷനകത്തുള്ള ബിസിനസ് എന്ന് പറയുന്ന എലമെന്റിനെയാണ് നമ്മൾ ഇപ്പോൾ പിക്ക് ചെയ്യുന്നത്. സോ ബിസിനസ് എന്ന് പറയുന്ന എക്കണോമിക് ആക്ടിവിറ്റി. സോ ബിസിനസ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ബിസിനസ് സിംപ്ലി മീൻസ് പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് with a view to selling them to another person for a profit. Okay, ഗുഡ്സോ സർവീസോ ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെ ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളിന് പർച്ചേസ് ചെയ്യുകയോ ചെയ്തിട്ടുള്ള ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് തേർഡ് പാർട്ടിക്ക് വിൽക്കുകയും അതിലൂടെ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഗുഡ്സോ സർവീസോ പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരാളിന് പർച്ചേസ് ചെയ്യുകയോ ചെയ്തതിനു ശേഷം കസ്റ്റമേഴ്സിന് വിൽക്കുന്ന ഏർപ്പാടിനെ നമുക്ക് എന്ത് വിളിക്കാം? ബിസിനസ് എന്ന് പറയാം. സോ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോട്ടൽ പ്രവർത്തനങ്ങളെ നമുക്ക് ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഓക്കെ, ബിസിനസ് ആക്ടിവിറ്റീസിനെ പൊതുവെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ആ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് എന്നും അതേപോലെ തന്നെ കൊമേഴ്സ് എന്നുമാണ്. ഓക്കെ, ഇൻഡസ്ട്രി എന്നും കൊമേഴ്സ് എന്നും ടോട്ടൽ ബിസിനസ് ആക്ടിവിറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി എന്നും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി എന്നും. സോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. ഓക്കെ, സോ we are going to discuss about the industries and its classification. Okay, so വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഇൻഡസ്ട്രിയും അതിന്റെ ക്ലാസിഫിക്കേഷനും. സോ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാം. സോ അതിനു മുമ്പ് എന്തിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? ഇൻഡസ്ട്രി സിംപ്ലി മീൻസ് എക്കണോമിക് ആക്ടിവിറ്റീസ് വിച്ച് ആർ കണക്റ്റഡ് വിത്ത് കൺവേർഷൻ ഓഫ് റിസോഴ്സസ് ഇൻടു യൂസ്ഫുൾ ഗുഡ്സ്. റിസോഴ്സുകളെ യൂസ്ഫുൾ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, റിസോഴ്സുകളെ യൂസ്ഫുൾ പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രവർത്തനത്തിന് വിളിക്കുന്ന പേരാണ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. സോ ഈ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിനകത്ത് തീർച്ചയായിട്ടും ഒരേപോലെ തന്നെ മെക്കാനിക്കൽ അപ്ലയൻസസും അതേപോലെ തന്നെ ടെക്നിക്കൽ സ്കിൽസും ഇൻവോൾവഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, മെക്കാനിക്കൽ ആയിട്ടുള്ള ഡിവൈസുകളുടെ ഉപയോഗവും അതേപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്ങിന്റെ സ്കില്ലുകളുടെ ഉപയോഗവും നമുക്ക് ഒരു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിനകത്ത് കാണാൻ വേണ്ടി പറ്റും എന്നതാണ്. ഓക്കെ, വെരി സിമ്പിൾ. നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരു റോ മെറ്റീരിയലിനെ പ്രൊഡക്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ എവിടെ നടക്കുന്നത്? ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിനകത്ത് നടക്കുന്നത്. എന്നാൽ അതിനെ മാത്രം കേവലം നമുക്ക് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് പറയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ആനിമൽസിനെ വളർത്തി വലുതാക്കിയെടുത്ത് ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നതിന് നമുക്ക് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ പ്ലാന്റുകളെ, സസ്യങ്ങളെ, മരങ്ങൾ പോലുള്ള അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങൾ പോലുള്ള അത്തരം പ്ലാന്റുകളെ വളർത്തിയെടുത്ത് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നതിന് നമുക്ക് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ആയിട്ട് തന്നെയാണ് കണക്കാക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, സോ അവിടെ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിഗ് ഫാം one of the example for industrial activity.
ക്ലിയർ? ദെൻ അതേപോലെ തന്നെ ഔഷധ സസ്യങ്ങൾ വളർത്തിയെടുത്ത് നമ്മൾ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ തന്നെ നഴ്സറീസ് ഓക്കെ, നഴ്സറി നമുക്ക് എക്സാമ്പിൾ പറയാം. ക്ലിയർ? അതേപോലെ തന്നെ മൈനിങ് നമുക്ക് എക്സാമ്പിൾ പറയാവുന്നതാണ്. ഇതൊക്കെയാണ് പൊതുവെ ഇൻഡസ്ട്രീസ് എന്ന എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇതൊരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ഇൻഡസ്ട്രിയുടെ എക്സ്പ്ലനേഷൻ ആണ്. എന്നാൽ ഇതേപോലെ തന്നെ ഇൻഡസ്ട്രിയെ മറ്റൊരു എക്സ്പ്ലനേഷൻ കൂടി നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതെന്താണ് ആ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, അതെന്താ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, കാർ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും, ദേ ആർ പാർട്ട് ഓഫ് കാർ ഇൻഡസ്ട്രി. ക്ലിയർ? എന്താ, കാറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം, ഓർഗനൈസേഷനുകളെല്ലാം എന്തുതന്നെയാണ്? കാർ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. ടാറ്റയും ഹുണ്ടായും അതേപോലെ തന്നെ ഹോണ്ടയും ഒക്കെ എന്താണ്? കാർ ഇൻഡസ്ട്രീസിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ എന്തൊരു പറഞ്ഞിട്ടുണ്ട്? റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ. നോക്കുന്നത് കമ്പ്യൂട്ടറിന്റെ എസെൻഷ്യൽ പാർട്ടുകളാണ് കീബോർഡ്, മൗസ്, മോണിറ്റർ, CPU, അതേപോലെ തന്നെ UPS. ഇതൊക്കെ എന്താണ്? കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷനുകളാണ്. ക്ലിയർ? സോ ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളായിരിക്കും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവരൊക്കെ സെയിം പ്രോഡക്റ്റ് ആണോ? അല്ല, പക്ഷെ ഇവയൊക്കെ എന്താണ്? റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. ക്ലിയർ? അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കമ്പനികളെല്ലാം ദേ ആർ പാർട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഡസ്ട്രി ഓർ IT ഇൻഡസ്ട്രി ഓർ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി. ക്ലിയർ? അങ്ങനെ നോക്കുന്ന സമയത്ത് സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളോ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷനുകളെല്ലാം തന്നെ ഇൻഡസ്ട്രി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള രീതിയിലാണ് നമ്മൾ ഇൻഡസ്ട്രിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നിരുന്നാലും രണ്ടാമത്തെ ഒരു ക്ലാസ് എക്സ്പ്ലനേഷൻ ഉണ്ടെന്നിരിക്കെ നമ്മൾ കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ആദ്യത്തെ ആ ഒരു പർട്ടിക്കുലർ എക്സ്പ്ലനേഷൻ തന്നെയാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് പറയുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങളുണ്ടെന്ന് മാത്രം ഓർത്താൽ മതി. സോ നമുക്ക് ഇൻഡസ്ട്രി എന്താണ് പഠിച്ച സ്ഥിതിക്ക് നമുക്ക് ഇൻഡസ്ട്രിയുടെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇൻഡസ്ട്രിയെ പൊതുവെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയൊക്കെയാണ്? പ്രൈമറി ഇൻഡസ്ട്രി എന്നും, സെക്കൻഡറി ഇൻഡസ്ട്രി എന്നും, ലാസ്റ്റ് ഓഫ് ഓൾ ടേഴ്സറി ഇൻഡസ്ട്രി എന്നും. എന്തൊക്കെയാ? പ്രൈമറി ഇൻഡസ്ട്രി എന്നും, സെക്കൻഡറി ഇൻഡസ്ട്രി എന്നും, ടേഴ്സറി ഇൻഡസ്ട്രി എന്നും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് പ്രൈമറി ഇൻഡസ്ട്രി? പ്രൈമറി ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഏതെങ്കിലും ജീവികളെ റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കുകയോ ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ പൊതുവെ എന്ത് വിളിക്കുന്നത്? പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമറി ഇൻഡസ്ട്രീസ് ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ കൺസേൺഡ് വിത്ത് എക്സ്ട്രാക്ഷൻ or production of natural resources and reproduction and development of living organisms. Here, so ഭൂമിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രോഡക്റ്റുകൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ സസ്യങ്ങളോ മൃഗങ്ങളോ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈമറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓർത്തു വെക്കുക, ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുക അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നുള്ള നാച്ചുറൽ റിസോഴ്സിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുക, ഇനി അതല്ല എങ്കിൽ സസ്യങ്ങളെയോ മൃഗങ്ങളെയോ റീപ്രൊഡ്യൂസ് ചെയ്യുക. ഇത്തരം പ്രവർത്തനങ്ങളെയാണ് പൊതുവെ നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി ഈ പ്രൈമറി ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിനെ പൊതുവെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ഏതൊക്കെയാണ്? ഒന്ന് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്നും രണ്ടാമത്തത് ജെനറ്റിക് ഇൻഡസ്ട്രി എന്നും. എനിക്ക് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്നും ജെനറ്റിക് ഇൻഡസ്ട്രി എന്നും. ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന, വേർതിരിച്ചെടുക്കുന്ന ആ രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ആണ് നടക്കുന്നതെങ്കിൽ അതിന് നമുക്ക് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയാം. എന്താ? ഭൂമിയിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന, വേർതിരിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത്തരം മെത്തേഡുകളെല്ലാം നമുക്ക് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആയിട്ടാണ് കണക്കാക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫാമിംഗ്. ഓക്കെ, ഫാമിംഗ് ഭൂമിയിൽ നിന്ന് നമ്മൾ പ്രകൃതിയാൽ ഉണ്ടായിട്ടുള്ള ഏതൊരു വസ്തുവോ സസ്യങ്ങളോ മൃഗങ്ങളെയോ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുകയാണെങ്കിൽ അത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആയിട്ട് കണക്കാക്കാം. ക്ലിയർ? ഫാമിംഗ് നോക്കൂ, ഇവിടെ പ്രകൃതിയിൽ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ പ്രകൃതിയാൽ ഡെവലപ്പ് ആയിട്ടുള്ള മൃഗങ്ങളെയോ അല്ലെങ്കിൽ സസ്യങ്ങളെയോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഫാമിംഗ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ തടികൾ അല്ലെങ്കിൽ എന്താ പറയുക, കൂപ്പ് എന്നൊക്കെ പറയാറില്ലേ നമ്മൾ, മരങ്ങളൊക്കെയും അത്തരത്തിലുള്ള ഇൻഡസ്ട്രികളും ഈ പറഞ്ഞിട്ടുള്ള എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിന്റെ ഭാഗമാണ്. ഹണ്ടിങ് ഇതിന്റെ എക്സാമ്പിൾ ആണ്, ഫിഷിംഗ് എക്സാമ്പിൾ ആണ്, മൈനിങ് എക്സാമ്പിൾ ആണ്. ഇതൊക്കെ നമുക്ക് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിട്ട് പറയാം. ഓക്കെ, ഇരുമ്പയിര് കുഴിച്ചെടുക്കുന്നത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആണ്.
ക്രൂഡ് ഓയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയാണ്. കാര്യം ഇതൊക്കെയും പ്രകൃതി തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ആ പ്രകൃതിയിലുള്ള പ്രൊഡക്റ്റുകളെ നമ്മൾ വേർതിരിച്ചെടുത്ത് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ആക്കി ഡെവലപ്പ് ചെയ്യുന്നതാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, സോ ഇത് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ചില എക്സാമ്പിളിനകത്ത് നിങ്ങൾക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇവിടെ ഫിഷിങ്ങിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കൺഫ്യൂഷൻ ഇവിടെയല്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വരിക, അടുത്ത ടോപ്പിക് കൂടി ഡിസ്കസ് ചെയ്യുമ്പോഴാണ് കൺഫ്യൂഷൻ വരിക. ഫിഷിംഗ് ഇത് ഏതൊരു ഫിഷിനാണ് പറയുന്നത്? കടലിലോ അല്ലെങ്കിൽ കായലിലോ അല്ലെങ്കിൽ കുളത്തിലോ തോട്ടിലോ എവിടെ ആയിക്കോട്ടെ, സ്വാഭാവികമായിട്ടും പ്രകൃതിയിൽ ഓരോ ജീവജാലങ്ങൾ ഡെവലപ്പായി വരുന്നത് പോലെ അങ്ങനെ ഡെവലപ്പായി വന്നിട്ടുള്ള ഫിഷുകളെയാണ് നമ്മൾ പിടിച്ചെടുത്ത് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നതെങ്കിൽ അത് പ്രൈമറി ഇൻഡസ്ട്രിയിലെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ആയിരിക്കും. ഓക്കെ, പ്രൈമറി ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദി ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിരിക്കും. എങ്ങനെയാ? പ്രകൃതിയിൽ സ്വാഭാവികമായിട്ടുണ്ടായി വന്നിട്ടുള്ള ഫിഷുകൾ. ക്ലിയർ? ഇനി ഹണ്ടിങ്ങിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എന്താ ഹണ്ടിങ്? ഹണ്ടിങ് ആക്ച്വലി ഇന്ത്യയിൽ നിരോധിച്ചതാണെങ്കിലും ഹണ്ടിങ് നിയമപരമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ഏതെങ്കിലും മൃഗങ്ങളെ വളർത്തിയതിനു ശേഷം തുറന്നു വിടുകയും അതിനെ ഷൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അമ്പ് ചെയ്ത് കൊല്ലുന്നതിനെ പറ്റിയല്ല പറയുന്നത്. പ്രകൃതിയിൽ തന്നെ എന്താണ് മനുഷ്യൻ വളർത്തിയെടുക്കാത്ത രീതിയിൽ പ്രകൃതിയിൽ തന്നെ ജനിച്ചു വളർന്ന രീതിയിലുള്ള മൃഗങ്ങളെ നമ്മൾ ഹണ്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയാണ്. അത്തരം മൃഗങ്ങളുടെ എന്താണ് മാംസമോ അല്ലെങ്കിൽ തുകലോ ഒരു ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിട്ട് ഒരു വിൽപ്പനയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയാണ്. നമ്മൾ കൂട്ടിലിട്ട് വളർത്തി ബ്രീഡ് ചെയ്ത് കൊണ്ടുവരുന്ന മൃഗങ്ങളെ പറ്റി അല്ല കേട്ടോ പറയുന്നത്. പ്രകൃതിയിൽ കാട്ടിൽ ഒക്കെയും വളർന്നു വരുന്ന മൃഗങ്ങളെയാണ് ഇത്തരം ഹണ്ട് ചെയ്യുന്നതെങ്കിൽ അത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയാണ്. ഇവിടെ ലംബറിങ്ങിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഓക്കെ, കൂപ്പ് ബിസിനസിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇത് പ്രകൃതി തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള മരങ്ങളെ മുറിച്ച് അത് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ മരം നട്ടു വളർത്തി നഴ്സറി പോലെ നട്ടു വളർത്തി അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചല്ല പറയുന്നത്. ഓക്കെ, മൈനിങ് ഗോൾഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോഹങ്ങളൊക്കെ നമ്മൾ മൈൻ ചെയ്തെടുക്കുന്നത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിന്റെ ഭാഗമാണ്. ഓക്കെ, സോ ഇത്തരത്തിൽ പ്രകൃതിയിൽ തന്നെ ഓട്ടോമാറ്റിക്കലി മനുഷ്യനിർമ്മിതമല്ലാതെ മനുഷ്യന്റെ ഇടപെടലില്ലാതെ ഡെവലപ്പായി വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു റിസോഴ്സിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്തരം പ്രോഡക്റ്റുകളെയാണ് നമ്മൾ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അത്തരം ഇൻഡസ്ട്രിയെയാണ് നമ്മൾ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ രണ്ടാമത്തെ ഇൻഡസ്ട്രീസിലേക്ക് പോകണം. ദാറ്റ്സ് അബൌട്ട് ജെനറ്റിക് ഇൻഡസ്ട്രി. ഓക്കെ, ജെനറ്റിക് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി സസ്യങ്ങളെയോ അല്ലെങ്കിൽ മൃഗങ്ങളെയോ ബ്രീഡ് ചെയ്തെടുത്ത് ജനിപ്പിച്ചെടുത്ത് വളർത്തിയെടുത്ത് അതിനെ ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം ജെനറ്റിക് ഇൻഡസ്ട്രീസ് ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ കാറ്റിൽ ബ്രീഡിംഗ് ഫാംസ്, ഓക്കെ, കാറ്റിൽസിനെ പശുക്കളെ അല്ലെങ്കിൽ അതേപോലെ തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ പിഗ് ഫാമുകൾ, ഓക്കെ, ഇത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, പോൾട്രി ഫാമുകൾ, ഓക്കെ, അതേപോലെ തന്നെ പോൾട്രി ഫാം എന്ന് പറഞ്ഞാൽ കോഴികളൊക്കെ വളർത്തുന്ന ആ രീതിയിലുള്ള, അതേപോലെ തന്നെ ഫിഷ് ഹാച്ചറി. നേരത്തെ ഫിഷിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അത് എവിടെ പറഞ്ഞിട്ടുള്ളത്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഫിഷിങ്ങിന്റെ പ്രത്യേകത എന്താ? അത് ഞാൻ പറഞ്ഞു, അത് മനുഷ്യൻ മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത് ബ്രീഡ് ചെയ്ത് അങ്ങനെ ഡെവലപ്പായി വന്നിട്ടുള്ള ഫിഷുകളല്ല പറയുന്നത്. പ്രകൃതിയിൽ തന്നെ മനുഷ്യന്റെ ഇടപെടലില്ലാതെ ഡെവലപ്പായി വന്നിട്ടുള്ള വളർന്നു വന്നിട്ടുള്ള മത്സ്യങ്ങളെ നമ്മൾ പിടിച്ചെടുത്ത് ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുകയാണെങ്കിൽ അവിടെയാണ് അത് എന്തായിട്ട് മാറുന്നത്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിട്ട് മാറുന്നത്. ക്ലിയർ? നേരെ ഒരു പോണ്ട്, മത്സ്യങ്ങളെ വളർത്താനുള്ള ഒരു പോണ്ട് ഡെവലപ്പ് ചെയ്യുകയും ആ പോണ്ടിനകത്തേക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുകയും അതിനെ വളർത്തിയെടുക്കുകയും ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ജെനറ്റിക്കിനകത്താണ് ഉൾപ്പെടുക. ക്ലിയർ? ബിക്കോസ് അവിടെ മനുഷ്യന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. മനുഷ്യൻ ആർട്ടിഫിഷ്യലി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ഫിഷുകളാണത്. ഓക്കെ, സോ അത്തരത്തിലുള്ള ഫിഷ് ഹാച്ചറികൾ, അതേപോലെ തന്നെ പിഗ് ഫാമുകൾ. പിഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ, ഒരു കൂട്ടിലിട്ട് പിഗിനെ വളർത്തിയെടുത്ത് അതിനെ സ്ലോട്ടർ ചെയ്ത് വിൽക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ജെനറ്റിക് ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിട്ട് വരിക. ക്ലിയർ? നേരെ മറിച്ച് ഈ പിഗ് തന്നെ കാട്ടിലാണ് വളർന്നതെങ്കിൽ മനുഷ്യന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ അത് പെറ്റുപെരുക്കിയിട്ട് ഒരുപാട് പിഗുകൾ ഉണ്ടാവുകയും അതിനെ ഒന്നിനും നമ്മൾ വെടിവെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കൊന്നോ നമ്മൾ സ്ലോട്ടർ ചെയ്തിട്ട് ഇറച്ചിയായിട്ട് വിൽക്കുകയാണെങ്കിൽ അത് ഹണ്ടിങ് ആണ്. അത് മനുഷ്യനിർമ്മിതമായിട്ട് ഡെവലപ്പ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല, അത് പ്രകൃതി തന്നെ ഡെവലപ്പ് ആക്കിയിട്ടുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് അത് എവിടെയാ വരിക? അത് തീർച്ചയായിട്ടും എക്സ്ട്രാക്റ്റീവ് ഇല്ല. ഓക്കെ, അതാണ് അതിനെ സംബന്ധിച്ചുള്ള ഡിഫറൻസ് ഓർത്ത് വയ്ക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയും ജെനറ്റിക് ഇൻഡസ്ട്രിയും ബോത്ത് ആർ ഏതിന്റെ ഭാഗമാണ്? പാർട്ട് ഓഫ് പ്രൈമറി ഇൻഡസ്ട്രീസ്. സോ പ്രൈമറി ഇൻഡസ്ട്രീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എവിടേക്ക് പോകേണ്ടതായിട്ടുണ്ട്? സെക്കൻഡറി ഇൻഡസ്ട്രീസിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. സോ ഈ പറഞ്ഞിട്ടുള്ള പ്രൈമറി ഇൻഡസ്ട്രീസിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ
അതാണ് ഏറിയ പങ്കും സെക്കൻഡറി ഇൻഡസ്ട്രീസിന്റെ ഇൻപുട്ടുകളായിട്ട് വരുന്നത്, അഥവാ റോ മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത്. സോ ദീസ് ഇൻഡസ്ട്രീസ് പ്രോസസ് റോ മെറ്റീരിയൽ ടു പ്രൊഡ്യൂസ് goods for final consumption or for further processing by other industries. മറ്റേതെങ്കിലും ഇൻഡസ്ട്രിയൽ യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് മെറ്റീരിയൽ ഇൻപുട്ടുകളോ അല്ലെങ്കിൽ ഫൈനൽ കൺസംഷൻ ആവശ്യമായിട്ടുള്ള, ഫൈനൽ കൺസംഷൻ മീൻസ് അവസാനത്തെ ഉപയോഗം, അത് മനുഷ്യന്റെ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഉപയോഗമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ആ ഒരു പർട്ടിക്കുലർ ഹ്യൂമൻ ബീയിങ്ങിന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കസ്റ്റമർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് ഒരു പ്രോഡക്റ്റ് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരം പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള ഇൻഡസ്ട്രിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു, ഈ സെക്കൻഡറി ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഇൻപുട്ടുകൾ എവിടെ കിട്ടുക? പ്രൈമറി ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അയൺ ഓർ മൈനിങ് നടത്തി അല്ലെ, അയൺ ഓർ ഇരുമ്പയിരും നമ്മൾ മൈൻ ചെയ്തെടുത്തു. ഓക്കെ, ഏതിന്റെ ഭാഗമായിട്ടാ? പ്രൈമറി ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിട്ട്. അതാ ചോദിച്ചേക്കട്ടെ, ഈ പ്രൈമറി ഇൻഡസ്ട്രീസിനകത്തുള്ള ഏത് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയാണ് അയൺ ഓർ മൈൻ ചെയ്തെടുത്തിട്ടുള്ളത് വരുന്നത്? ഒരു സംശയമില്ല, അത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഈ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അയൺ ഓറിനെ സ്റ്റീലാക്കിയിട്ട് കൺവേർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഇരുമ്പാക്കിയിട്ട് കൺവേർട്ട് ചെയ്തത്, ഇരുമ്പ് ബാറുകളൊക്കെ ആയിട്ട് അയൺ ബാറുകളൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തത് ഏത് ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിട്ടാണ്? സെക്കൻഡറി ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിട്ടാണ്. ക്ലിയർ? സോ അതേപോലെ തന്നെ നമുക്ക് സിമെന്റിന്റെ പ്രൊഡക്ഷൻ എക്സാമ്പിൾ പറയാം. അതൊക്കെ എന്താണ്? സെക്കൻഡറി ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡറി ഇൻഡസ്ട്രീസിന്റെ പ്രൊഡക്റ്റുകൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക? ഒന്നുകിൽ ഫൈനൽ കൺസംഷന് വേണ്ടിയിട്ട്, ദാറ്റ് മീൻസ് ഫൈനൽ ഉപയോഗത്തിന് വേണ്ടിയിട്ട്, ഓർ അതർവൈസ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും? മറ്റേതെങ്കിലും ഒരു ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഇൻപുട്ടുകളായിട്ട് ഉപയോഗിക്കും. ഓക്കെ, രണ്ട് പർപ്പസുകളാണ് സെക്കൻഡറി ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രോഡക്റ്റുകൾക്കുള്ളത്. സോ ഈ സെക്കൻഡറി ഇൻഡസ്ട്രീസിന്റെ ക്ലാസിഫിക്കേഷൻ ഇവിടെ അവസാനിച്ചോ? ഒരിക്കലുമില്ല. സെക്കൻഡറി ഇൻഡസ്ട്രീസിനെ പ്രധാനമായിട്ട് നമ്മൾ 4 ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. എങ്ങനെയൊക്കെയാണ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്നും അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്നും. ഇങ്ങനെയൊക്കെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്നും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്നും. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത നോക്കാം. സോ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എൻഗേജ്ഡ് ഇൻ പ്രൊഡ്യൂസിംഗ് ഗുഡ്സ് ത്രൂ പ്രോസസിംഗ് റോ മെറ്റീരിയൽ. ക്ലിയർ? ഒരു റോ മെറ്റീരിയലിനെ പ്രോസസ് ചെയ്ത് പുതിയൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന, കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എവിടെ നടക്കുന്നത്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനകത്ത് നടക്കുന്നത്. ക്ലിയർ? എന്താ പറയുന്നത്? റോ മെറ്റീരിയലിനെ പ്രോസസിങ് നടത്തി മേ ബി ചൂടാക്കുകയായിരിക്കാം, അല്ലെങ്കിൽ തണുപ്പിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എലമെന്റിന്റെ വേർതിരിച്ചെടുക്കലായിരിക്കും, അല്ലെങ്കിൽ കുറെ എലമെന്റുകൾ കൂട്ടിച്ചേർക്കലായിരിക്കാം. അങ്ങനെയൊക്കെ നടത്തിയതിനു ശേഷം മറ്റൊരു പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത്തരം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനെ പ്രധാനമായിട്ട് നമുക്ക് 4 ക്ലാസിഫൈ ചെയ്യാം. ഓർത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ക്ലാസിഫിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ്, ബിക്കോസ് ഇവിടുന്ന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യനുകൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യനുകൾ ചോദിക്കാറുണ്ട്. എസ് എ സംബന്ധിച്ചാണെങ്കിൽ ഈ ഒരു ഭാഗത്തിന് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഷോർട്ട് എസ്സേകൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ്. മാത്രമല്ല ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അതുകൊണ്ട് വലിയൊരു എസ്സേ ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഏരിയ കൂടിയായിരിക്കും ഇത്. ഓക്കെ, സോ ഏതൊക്കെയാണ് ആ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിന്റെ ക്ലാസിഫിക്കേഷൻ? ഒന്ന് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, ദെൻ സിന്തറ്റിക്കൽ, ദെൻ തേർഡ് വൺ പ്രോസസിംഗ് ഇൻഡസ്ട്രി, ആൻഡ് ലാസ്റ്റ് വൺ അസംബ്ലിംഗ് ഇൻഡസ്ട്രി. സോ ഈ 4 എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പരിശോധിച്ച് നോക്കാം. കാരണം വളരെ സിംപിളർ ആയിട്ടുള്ള ചില ഡിഫറൻസുകൾ മാത്രമേ ഇവയുള്ളൂ. ആ ഒരു ഡിഫറൻസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ടോപ്പിക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ടോപ്പിക്കാക്കി മാറ്റാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസ്. ശ്രദ്ധിച്ചിരിക്കണേ. ഒരു പർട്ടിക്കുലർ റോ മെറ്റീരിയൽ നിന്ന് അതിനെ പ്രോസസ്സിംഗ് നടത്തിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളെ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളായിട്ട് വേർതിരിച്ചെടുക്കുന്ന പ്രവർത്തനത്തിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, എന്താ അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസിന്റെ പ്രൊഡക്ഷൻ രീതി എങ്ങനെയാ? റോ മെറ്റീരിയൽ ഉണ്ടാവും, ആ റോ മെറ്റീരിയൽ മേ ബി തണുപ്പിക്കുകയോ ചൂടാക്കുകയോ എന്തോ ചെയ്തോട്ടെ. ഓക്കെ, അങ്ങനെ നടത്തിയതിനു ശേഷം ഈ ഒരു പർട്ടിക്കുലർ ഒരു സിംഗിൾ റോ മെറ്റീരിയൽ നിന്ന് ഒരു സിംഗിൾ റോ മെറ്റീരിയൽ നിന്ന് അതിനെ ഒന്നുകിൽ ഹീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കൂൾ ചെയ്യുന്നു. ക്ലിയർ? അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് വരുത്തിക്കുന്നു. ക്ലിയർ? അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ട് ഒരേ ഒരു പർട്ടിക്കുലർ സിംഗിൾ റോ മെറ്റീരിയൽ നിന്ന് ഒരുപാട് പ്രോഡക്റ്റുകൾ ഈ ഒരു സിംഗിൾ റോ മെറ്റീരിയൽ നിന്ന് എന്തൊക്കെയോ ചേഞ്ചസ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെയും കുറെ പ്രോഡക്റ്റുകളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി. ഈ പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ എവിടെ ഉള്ളതായിരുന്നു? ഈ പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ഇതിനകത്തുള്ളതായിരുന്നു. ക്ലിയർ? ഒക്കെ ഇതിനകത്തുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ അതിനെ ചൂടാക്കിയ സമയത്ത് എന്ത് സംഭവിച്ചു? ചൂടാക്കിയ സമയത്ത് ഇതിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കുറെ പ്രോഡക്റ്റുകളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റി. എങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റി? യെസ്,
2, 3, 4 പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റി. ആ പ്രൊഡക്റ്റ് എ എന്ന് പറയുന്ന പ്രൊഡക്റ്റും ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റും സിയും ഡിയും ഒക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഈ പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റോ മെറ്റീരിയലിനെ ചൂടാക്കിയ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള 4 പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകളാണ്. ഇത്തരത്തിലാണ് പ്രൊഡക്ഷൻ നടക്കുമെങ്കിൽ അത്തരം ഇൻഡസ്ട്രിയെ നമ്മൾ എന്ത് വിളിക്കുന്നത്? അനലറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ക്ലിയർ? നോക്കൂ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ക്രൂഡ് ഓയിൽ. ക്ലിയർ? ഓയിൽ റിഫൈനറിയിൽ സംഭവിക്കുന്ന പ്രൊഡക്ഷൻ രീതിയെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഓയിൽ റിഫൈനറി എന്താ? നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിട്ട്, പ്രൈമറി ഇൻഡസ്ട്രീസിനകത്തുള്ള എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നമ്മൾ ക്രൂഡ് ഓയിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ള ക്രൂഡ് ഓയിലിനെ നമ്മൾ അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസിനകത്തേക്ക് വരിക. സെക്കൻഡറി ഇൻഡസ്ട്രീസിനകത്തുള്ള അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ വേണ്ടി ചൂടാക്കാം. ക്ലിയർ? അവിടെ ചൂടാക്കുന്നു. അതിന്റെ തിളനില വളരെ കൂടുതലാണ്. 400 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയും നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അതിങ്ങനെ ഹീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സെയിം ക്രൂഡ് ഓയിൽ നിന്ന്, റോ മെറ്റീരിയൽ എന്താ? ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന അസംസ്കൃതമായിട്ടുള്ള ലഭിച്ചിട്ടുള്ള എണ്ണയാണ്. ആ അസംസ്കൃത എണ്ണയെ നമ്മൾ ചൂടാക്കിയ സമയത്ത്, ഹീറ്റ് ലെവൽ കൂട്ടിയ സമയത്ത് നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റി. ഓക്കെ, ഏതൊക്കെയാ നമുക്ക് അങ്ങനെ വേർതിരിച്ചെടുക്കുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാ? അല്ല, ബിറ്റുമീൻ അഥവാ താറില്ല, നമ്മൾ റോഡ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബിറ്റുമീൻ, ദെൻ ഫ്യൂവൽ ഓയിൽ, അതേപോലെ തന്നെ ലൂബ്രിക്കൻ വാക്സുകൾ, ഡീസൽ, കെറോസിൻ, മണ്ണെണ്ണ, ഗ്യാസോലിൻ, ഓക്കെ, മറ്റു ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്യാസുകൾ, പെട്രോളിയം പ്രോഡക്റ്റുകളെല്ലാം ഇതൊക്കെ എന്താണ്? ഈ പറഞ്ഞ ക്രൂഡ് ഓയിലിനെ നമ്മൾ പ്രോസസ്സിംഗ് നടത്തിയ സമയത്ത് വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ക്ലിയർ? ഇങ്ങനെയാണ് നിങ്ങൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് ഒരു പർട്ടിക്കുലർ റോ മെറ്റീരിയൽ ഉണ്ടാവുകയും ആ റോ മെറ്റീരിയലിനെ നമുക്ക് എന്തൊക്കെയോ പ്രോസസ്സിംഗ് നടത്തിയ സമയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അതിനകത്ത് വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഇൻഡസ്ട്രിയെ അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയും. ക്ലിയർ? വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസ്. സോ ദെൻ സെക്കൻഡ് വൺ, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി. ശ്രദ്ധിക്കുക, ഈ സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസിന് നേരെ ഓപ്പോസിറ്റാ. അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസിന്റെ പ്രത്യേകത എന്താ? അവിടെ ഒരു റോ മെറ്റീരിയൽ ഉണ്ടാകുന്നു, അതിനെ പ്രോസസ്സിംഗ് നടത്തുന്നു, അതിനകത്ത് വേറെ പ്രൊഡക്റ്റുകളെ നമ്മൾ വേർതിരിച്ചെടുക്കുന്നു. ക്ലിയർ? സോ സിന്തറ്റിക്കൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? സിന്തറ്റിക്കലിൽ സംഭവിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള റോ മെറ്റീരിയൽ, ഇവിടെ റോ മെറ്റീരിയൽ എണ്ണം കൂടുതലാണ്. ക്ലിയർ? വ്യത്യസ്തമായിട്ടുള്ള റോ മെറ്റീരിയൽ ഉണ്ടാവും. ആ റോ മെറ്റീരിയൽ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നമ്മൾ പ്രോസസ്സിംഗ് നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു പുതിയ പ്രൊഡക്റ്റ് വരുന്നു. ക്ലിയർ? നേരത്തെ റോ മെറ്റീരിയൽ ഒന്നും ആ റോ മെറ്റീരിയൽ പ്രോസസ്സിംഗ് നടത്തിയതിനു ശേഷം വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. റോ മെറ്റീരിയൽ എണ്ണം ഒന്നും പ്രൊഡക്റ്റുകൾ വ്യത്യസ്തമാണ്, ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നു. ഇവിടെ റോ മെറ്റീരിയൽ കൂടുതലുണ്ട്. ഓക്കെ, 1, 2, 3, 4 ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള റോ മെറ്റീരിയൽ അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നമ്മൾ പ്രോസസ്സിംഗ് നടത്തിയപ്പോൾ കിട്ടിയിട്ടുള്ള സിംഗിൾ പ്രോഡക്റ്റ്. ക്ലിയർ? വിളിക്കുന്ന പേര് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി. എന്താണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി? എന്താ സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി? എക്സാമ്പിൾ ഏതാ? സിമെന്റിന്റെ പ്രൊഡക്ഷൻ. എന്താ സിമെന്റിന്റെ പ്രൊഡക്ഷൻ? എന്താ പ്രത്യേകത? സിമെന്റിന്റെ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് അലൂമിനിയം ഓക്സൈഡ്, സിലിക്കൺ ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, ലൈം സ്റ്റോൺ, അയൺ ഓക്സൈഡ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് റോ മെറ്റീരിയൽ നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് അതിനെ പ്രോസസ്സിംഗ് നടത്തുമ്പോഴാണ് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള വൺ സിംഗിൾ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് സിമെന്റിനെ ലഭിക്കുന്നത്. ക്ലിയർ? സോ ദാറ്റ്സ് അബൌട്ട് ദി സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി. ശ്രദ്ധിച്ചേക്കല, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രീസിനകത്ത് റോ മെറ്റീരിയൽ വ്യത്യസ്തമായിരിക്കും, അതിനെ പ്രോസസ്സിംഗ് നടത്തി ഒരു സിംഗിൾ പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, സോ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കാം. അതാണ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. ശ്രദ്ധിച്ചേക്കണേ, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. ഇത് ഒരു സിംഗിൾ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് റോ മെറ്റീരിയലിനെ നമ്മൾ പ്രോസസ്സിംഗിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത്, ഓക്കെ, പ്രോസസ്സിംഗ് എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ പുതിയ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിംഗിനകത്ത് ഡിഫറെന്റ് സ്റ്റേജുകൾ ഉണ്ടാവും. ആ സ്റ്റേജിലെല്ലാം തന്നെ കടത്തി വരുന്ന സമയത്ത് പുതിയൊരു പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഷുഗർ കെയിനെ നമ്മൾ ശർക്കരയാക്കി മാറ്റുന്ന, ജാഗ്രിയാക്കി മാറ്റുന്ന, ശർക്കരയാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഷുഗർ കെയിൻ നമ്മൾ വെട്ടിയെടുക്കുന്ന ഒന്നാമത്തെ ഘട്ടം പ്രോസസ് ആണെങ്കിൽ ആ ഷുഗർ കെയിനിൽ നിന്ന് ഷുഗർ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നു. ആ ഷുഗർ ജ്യൂസിനെ നമ്മൾ ചൂടാക്കുന്നു, രണ്ടാമത്തെ ഘട്ടം. ക്ലിയർ? ആ ഷുഗർ ജ്യൂസിനെ ചൂടാക്കിയ ശേഷം അതിനെ നമ്മൾ തണുപ്പിക്കുന്നു, മൂന്നാമത്തെ ഘട്ടം. ക്ലിയർ? അതേ ഷുഗർ ജ്യൂസിനെ ചൂടാക്കി തണുപ്പിച്ച് കുറുക്കിയെടുത്തുള്ള ഷുഗർ ജ്യൂസിനെ നമ്മൾ അതിന്റെ മോൾഡിലേക്ക് ഒഴിക്കുന്നു, നാലാമത്തെ ഘട്ടം. ക്ലിയർ? ഇങ്ങനെ മോൾഡിലേക്ക് ഒഴിച്ചു വേണ്ടില്ലെങ്കിൽ അവിടെ വീണ്ടും തണുത്തതിനു ശേഷം നമുക്ക് ശർക്കരയായിട്ട് മാറുന്നു. ക്ലിയർ? സോ ഇത് നമുക്ക് എന്തിന് എക്സാമ്പിൾ പറയാം? നമുക്ക് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിന് എക്സാമ്പിൾ പറയാം. ഇത് മാത്രമല്ല, നമ്മൾ ഷുഗർ ഉണ്ടാക്കുന്നതും പേപ്പർ ഉണ്ടാക്കുന്നതും എല്ലാം സെയിം ഇതേ രീതിയിൽ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ പ്രോസസ്സിംഗിന്റെ വിവിധ സ്റ്റേജുകളിലൂടെ കടന്നു പോയിട്ട് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആയി മാറുന്ന രീതിയാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഡെവലപ്പ് ചെയ്യുന്നത് പറയാം അല്ലേ? സെയിം കോക്കനട്ടിനെയാണ് നമ്മൾ പ്രോസസ്സിംഗിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള എന്തുമായിട്ട് മാറുന്നത്?
കോക്കനട്ട് ഓയിൽ ആയിട്ട് മാറുന്നത്. എക്സാമ്പിൾ നമുക്ക് അതും പറയാവുന്നതാണ്. ഓക്കെ, എസ്പെഷ്യലി നമുക്ക് ഷുഗറും അതുപോലെ തന്നെ പേപ്പറും എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽ കമ്മ്യൂണിക്കേറ്റഡ്. ക്ലിയർ? സോ അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് അസംബ്ലിംഗ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചാണ്. എന്താ അസംബ്ലിംഗ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച്? യെസ്, എന്താണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി? നേരത്തെ പറഞ്ഞിട്ടുള്ള അനലിറ്റിക്കൽ ഇൻഡസ്ട്രിയായിട്ട്, ഓക്കെ, അനലിറ്റിക്കൽ ഇൻഡസ്ട്രിയായിട്ട് വളരെ ക്ലോസ് ആയിട്ട് കിടക്കുന്നതാണ്, സോറി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രിയായിട്ട് വളരെ ക്ലോസ് ആയിട്ട് കിടക്കുന്നതാണ് എന്ത്? അസംബ്ലിംഗ് ഇൻഡസ്ട്രി. ഓക്കെ, ഇവിടെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള റോ മെറ്റീരിയൽ കൂട്ടിച്ചേർത്ത് അതിനെ പ്രോസസ്സിംഗ് നടത്തി പുതിയ പ്രോഡക്റ്റ് ആക്കി മാറ്റും. ക്ലിയർ? എന്നാൽ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള റോ മെറ്റീരിയൽ അല്ല നമ്മൾ കൂട്ടിച്ചേർക്കുന്നത്, വ്യത്യസ്തമായിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ കോമ്പണന്റ് പാർട്ടുകളെ ഒന്നിപ്പിച്ച് കൂട്ടിച്ചേർത്ത് പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ വെരി സിമ്പിൾ. കമ്പ്യൂട്ടർ എക്സാമ്പിൾ പറയാം. വെരി സിമ്പിൾ. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ അറിയില്ല സാറേ, ഒരുപാട് കാര്യങ്ങൾ കൂടി ചെയ്യാറുണ്ട് അതിനകത്ത് അല്ലേ? ഏതാ? മൗസ് വേണം, എസെൻഷ്യൽ ആണ്. കീബോർഡ് വേണം, വെരി വെരി എസെൻഷ്യൽ. മോണിറ്റർ വേണം സാർ, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി പറ്റൂ സ്ക്രീനിൽ എന്തുണ്ട്. സാർ ഞങ്ങൾക്ക് CPU വേണം സാർ, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അഥവാ CPU വേണം സാർ. ക്ലിയർ? കഴിഞ്ഞില്ല സാർ, ഞങ്ങൾക്ക് ഇത് പവർ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് പവർ വേണമെങ്കിൽ നമുക്ക് UPS വേണം സാർ. സാർ ഞങ്ങൾക്ക് സ്പീക്കർ വേണം സാർ. യെസ്, ഞങ്ങൾക്ക് റാം വേണം സാർ, മദർ ബോർഡ് ഉണ്ടാവണം സാർ, CPU കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് SMPS ഉണ്ടാവണം സാർ. ഇങ്ങനെ ഒരുപാട് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാൻ ഉണ്ടാവണം. ദെൻ ഇങ്ങനെ ഒരുപാട് കോമ്പണന്റ് ആയിട്ടുള്ള പാർട്ടുകൾ കൂടി ചേരുമ്പോഴാണ് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവുന്നത്. ക്ലിയർ? ആക്ച്വലി ഇതെല്ലാം ഒരു കമ്പനി തന്നെ ഡെവലപ്പ് ചെയ്തായിരിക്കുമോ? അങ്ങനെയില്ല. ക്ലിയർ? ഒരു പക്ഷേ മോണിറ്റർ എയ്സർ കമ്പനിയുടെ മോണിറ്റർ ആയിരിക്കും, എയ്സറിന്റെ മോണിറ്റർ ആയിരിക്കും. ക്ലിയർ? ദെൻ കീബോർഡ് ഐബോളിന്റെ കീബോർഡ് ആയിരിക്കും. ഓക്കെ, മൗസ് മൈക്രോസോഫ്റ്റിന്റെ ആയിരിക്കും. യെസ്, നോക്കൂ, കമ്പ്യൂട്ടറിലെ കേസ് ഒരു പക്ഷേ ഇതും ഐബോൾഡ് ആയിരിക്കും. ക്ലിയർ? ഇങ്ങനെ ഓരോ പാർട്ടുകളും എന്തായിരിക്കും? വ്യത്യസ്തമായിട്ടുള്ള കമ്പനികൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പാർട്ടുകളായിരിക്കും. ഈ വ്യത്യസ്തമായിട്ടുള്ള കമ്പനികൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കോമ്പണന്റ് പാർട്ടുകൾ എല്ലാം തന്നെ യഥാരീതിയിൽ കൂട്ടിച്ചേർത്ത് വെക്കുന്ന സമയത്താണ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. ദാറ്റ് ഇസ് കമ്പ്യൂട്ടർ. ക്ലിയർ? നമ്മൾ കമ്പ്യൂട്ടർ കാണിച്ചുകൊണ്ട് എന്തായാലും ചോദിക്കുന്ന സമയത്ത് നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഫൈനൽ പ്രോഡക്റ്റ് പറയാറുള്ളൂ. ഇത് സ്പീക്കർ, മൗസ്, കീബോർഡ്, മോണിറ്റർ, CPU ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയാറില്ല, കമ്പ്യൂട്ടർ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ കമ്പ്യൂട്ടർ ആണെങ്കിൽ എന്ത് വേണം? വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകളെ കോമ്പണന്റ് പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ കോമ്പണന്റ് പാർട്ടുകൾ കൂട്ടി യോജിപ്പിച്ച് ഒന്നാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊഡക്ഷൻ രീതിയാണ് നമ്മൾ അസംബ്ലിംഗ് ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. സോ അത്തരം ഇൻഡസ്ട്രീസിനെ വിളിക്കുന്ന പേര് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. ഏതൊക്കെയാണ് അസംബ്ലി ചെയ്ത് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്? ഏതൊക്കെ ഇൻഡസ്ട്രീസിനെ നമുക്ക് ഇതിനകത്ത് പറയാം? കമ്പ്യൂട്ടർ വൺ ഓഫ് ദി എക്സാമ്പിൾ ആണ്, ടെലിവിഷൻ എക്സാമ്പിൾ ആണ്, കാർ ഉണ്ടോ സാർ? അങ്ങനെ കൺഫ്യൂഷനാ അല്ലേ? കാർ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് കൺഫ്യൂഷനാ. ശ്രദ്ധിച്ചിരിക്കണടാ, ഒരു കാറിന് അറ്റ്ലീസ്റ്റ് അതിന്റെ ടയറെങ്കിലും എന്തായിരിക്കും മറ്റേതെങ്കിലും ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. ക്ലിയർ? സോ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ കൂട്ടിച്ചേർത്ത് ടയർ ആയിക്കോട്ടെ, ചിലപ്പോ എഞ്ചിൻ തന്നെ ആയിക്കോട്ടെ, അങ്ങനെ ഉണ്ടാവാറുണ്ട് അല്ലേ? ചില ബിസിനസ് കൊളാബറേഷന്റെ ഒക്കെ ഭാഗമായിട്ട് എഞ്ചിൻ ഉൽപ്പാദിക്കുന്ന മറ്റൊരു കമ്പനി ആയിരിക്കും. ഓക്കെ, എഞ്ചിൻ ആയിക്കോട്ടെ, മ്യൂസിക് സിസ്റ്റം ആയിക്കോട്ടെ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാറ് തന്നെ നിർമ്മിക്കുന്നത്. യെസ്, സോ അത് നമുക്ക് എക്സാമ്പിൾ പറയാം. സോ ദാറ്റ്സ് അബൌട്ട് ദി അസംബ്ലിംഗ് ഇൻഡസ്ട്രി. സോ ഇത്രയാണ് നമുക്ക് എന്തിനെ പറ്റി പറയാനുള്ളത്? നമ്മുടെ സെക്കൻഡറി ഇൻഡസ്ട്രീസിനകത്തുള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ? സോ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി ഇൻഡസ്ട്രി കംപ്ലീറ്റ് ആയോ? ഇല്ല. മാനുഫാക്ചറിംഗിന് മറ്റൊരു തലം കൂടി ഉണ്ട്. മാനുഫാക്ചറിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതർഹായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചാണ്. യെസ്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചാണ്. എന്താ ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിന്റെ പ്രത്യേകത? വെരി സിമ്പിൾ. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബിൽഡിംഗ്, അതേപോലെ തന്നെ ഡാമുകൾ, ബ്രിഡ്ജസ്, റോഡുകൾ, ഇതൊക്കെയും കൺസ്ട്രക്ട് ചെയ്യുന്ന ഓർഗനൈസേഷനുകളുണ്ട് അല്ലേ? സോ ടണലുകളും കനാലുകളും ഒക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തി പറയാം. സോ ഫ്ലാറ്റുകളൊക്കെ നിർമ്മിച്ച് നടക്കുന്ന കമ്പനികൾ, ഗവൺമെന്റ് പ്രോജക്റ്റുകളൊക്കെ എടുത്ത് നടക്കുന്ന കമ്പനികൾ, ഇവയൊക്കെ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ റോഡുകളോ ബ്രിഡ്ജസുകളോ അല്ലെങ്കിൽ ടണലുകളോ ഒക്കെ നിർമ്മിക്കുന്നവയാണ്. അത്തരം കൺസ്ട്രക്ഷൻ മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷനുകൾ ഇതിന്റെ ഭാഗമാണ്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും അവിടെ എഞ്ചിനീയറിംഗ് വർക്കും അതേപോലെ തന്നെ ആർക്കിടെക്ചറൽ വർക്കുകൾ, സ്കില്ലുകളും നമുക്ക് അതിനകത്ത് ഇൻവോൾവ് ആവണം.
ക്ലിയർ? സോ അത്തരം ഇൻഡസ്ട്രിയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിന് കണക്കാക്കാൻ കാര്യം അത്രയേറെ വർക്കുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഹ്യൂമൻ ബീയിങ്ങിന്റെ എണ്ണം കൂടുമ്പോൾ ഈ ഇൻഡസ്ട്രീസിന്റെ സാധ്യതയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. യെസ്, സോ ദാറ്റ്സ് അബൌട്ട് ദി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. സോ ദാറ്റ്സ് അബൌട്ട് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് സെക്കൻഡറി ഇൻഡസ്ട്രീസ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഇൻഡസ്ട്രിയാണ് ടെർഷ്യറി ഇൻഡസ്ട്രി. ഓക്കെ, ടെർഷ്യറി ഇൻഡസ്ട്രീസിന്റെ പ്രത്യേകത എന്താണ്? പ്രൈമറി ഇൻഡസ്ട്രീസിനും സെക്കൻഡറി ഇൻഡസ്ട്രീസിനും ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് സർവീസുകളാണ് എവിടെ കൊടുക്കപ്പെടുന്നത്? ടെർഷ്യറി ഇൻഡസ്ട്രീസിനകത്ത് കൊടുക്കപ്പെടുന്നത്. ഓക്കെ, എവിടെ എന്തൊക്കെയാ? പ്രൈമറി ഇൻഡസ്ട്രീസിനും അതേപോലെ തന്നെ സെക്കൻഡറി ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് സർവീസുകളാണ് എവിടെ കൊടുക്കപ്പെടുന്നത്? ടെർഷ്യറി ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിട്ട് കൊടുക്കപ്പെടുന്നത്. സപ്പോർട്ട് സർവീസുകളാണ് ടെർഷ്യറി ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിട്ട് കൊടുക്കപ്പെടുന്നത്. യെസ്, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ടെർഷ്യറി ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തേണ്ടതായിട്ടുണ്ട്. സോ എന്താ പറഞ്ഞത്? എന്താ ടെർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? ടെർഷ്യറി ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് പറയുന്നത് സിംപ്ലി ഇത്ര മാത്രമുള്ള ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. ടെർഷ്യറി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ പ്രൈമറി ഇൻഡസ്ട്രീസിനും അതേപോലെ തന്നെ സെക്കൻഡറി ഇൻഡസ്ട്രീസിനും ആവശ്യമായിട്ടുള്ള ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട് സർവീസുകളാണ് എവിടെ കൊടുക്കുന്നത്? ടെർഷ്യറി ഇൻഡസ്ട്രീസിനകത്ത് കൊടുക്കുന്നത്. എക്സാമ്പിൾ എന്തൊക്കെ പറയാം? ട്രാൻസ്പോർട്ടേഷൻ പറയാം, ബാങ്കിങ് സർവീസ്, അല്ലെ? ഗുഡ്സിനെ ഒരു റോ മെറ്റീരിയലിനെയോ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സിനെയോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വേണം. ഓക്കെ, അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ബിസിനസ്സുകൾക്ക് പ്രൈമറി ഇൻഡസ്ട്രി ആയാലും സെക്കൻഡറി ഇൻഡസ്ട്രി ആയാലും അതൊക്കെയും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്, ക്യാപിറ്റൽ സോഴ്സ് വേണം, ഫിനാൻഷ്യൽ സോഴ്സ് വേണം, അതുപോലെ തന്നെ ഫണ്ട് മാനേജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവിടെയൊക്കെ നമുക്ക് ബാങ്ക് നമ്മളെ സഹായിക്കും. ക്ലിയർ? പ്രൈമറി ഇൻഡസ്ട്രി ആയാലും സെക്കൻഡറി ഇൻഡസ്ട്രി ആണെങ്കിലും അവിടെ റിസ്ക് ഉണ്ട്. എന്തിനുള്ള റിസ്ക് ആണ്? നമ്മുടെ പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ മെറ്റീരിയലുകളോ നഷ്ടപ്പെടാനുള്ള, കത്തിപ്പോവാനുള്ള, വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകാനുള്ള ഒക്കെ സാധ്യതകളുണ്ട്. ആ റിസ്കുകൾ നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ റിസ്കിന്റെ ഇമ്പാക്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻഷുറൻസ് നമ്മളെ സഹായിക്കുന്നു. ക്ലിയർ? റോ മെറ്റീരിയലുകളോ അല്ലെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റുകളോ നമുക്ക് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? അങ്ങനെ ഫൈനൽ പ്രോഡക്റ്റുകൾ സൂക്ഷിക്കുമ്പോഴാണ് നമുക്ക് പ്രോഡക്റ്റിന്റെ പ്രൈസിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പ്രൈസ് ലെവൽ കൂടാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് വെയർ ഹൗസിംഗ് സഹായിക്കുന്നത്. ക്ലിയർ? വ്യത്യസ്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. ഓർഗനൈസേഷനകത്തും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനോടും അല്ലെങ്കിൽ സപ്ലയേഴ്സിനോട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതോറിറ്റിയോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ സർവീസസ്. ദെൻ പാക്കേജിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെർഷ്യറി ഇൻഡസ്ട്രീസിന്റെ ഒരു ഭാഗമാണ്. സോ എന്താണ് പാക്കേജിംഗ്? നമ്മുടെ പ്രൊഡക്റ്റിനെ ഒന്നുകിൽ ആകർഷകമാക്കാനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ സംരക്ഷിക്കാനോ നമുക്ക് അതിനൊരു പാക്കേജിംഗ് അല്ലെങ്കിൽ കവറിംഗ് നടത്തേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു പാക്കേജിംഗ്. ലാസ്റ്റ് ഓഫ് ഓൾ അഡ്വർടൈസിംഗിനെ സംബന്ധിച്ച് പറയുന്നത് ഇറ്റ്സ് എ പ്രിന്റഡ് ഫോം ഓഫ് സെയിൽസ്മാൻഷിപ്പ്. എന്താ പ്രിന്റഡ് ഫോം ഓഫ് സെയിൽസ്മാൻഷിപ്പ്? ഓക്കെ, ഇത് പഴയ ഡെഫിനിഷൻ ആണെങ്കിലും ഇത് പുതിയ അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കാര്യം. അതിനകത്ത് പ്രിന്റഡ് ഫോമിനേക്കാൾ ഉപരി മറ്റു മെത്തേഡുകൾ ഇപ്പോൾ അഡ്വർടൈസിംഗിനെ പറ്റി ഉപയോഗിക്കുന്നുണ്ട്. സോ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഉള്ള ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്വർടൈസിംഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതൊരു നോൺ പേഴ്സണൽ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ നോൺ പേഴ്സണൽ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് അവയർനെസ് ആണ് കൊണ്ടുപോകുന്നത്. അത്തരം അവയർനെസ്സിലൂടെ നമ്മുടെ പ്രോഡക്റ്റിന്റെ സെയിൽസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് ടെർഷ്യറി ഇൻഡസ്ട്രീസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ എന്തൊക്കെയാണ് ഇൻഡസ്ട്രീസിന്റെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രീസിനെ പൊതുവെ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയൊക്കെയാണ്? പ്രൈമറി ഇൻഡസ്ട്രി എന്നും സെക്കൻഡറി ഇൻഡസ്ട്രി എന്നും ഒപ്പം ടെർഷ്യറി ഇൻഡസ്ട്രി എന്നും. ആ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തതിൽ പ്രൈമറി ഇൻഡസ്ട്രീസിനെ നമ്മൾ എക്സ്ട്രാക്റ്റീവ് എന്നും ജനറ്റിക് എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. ആ ജനറ്റിക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡറി ഇൻഡസ്ട്രിയെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു മാനുഫാക്ചറിംഗ് എന്നും കൺസ്ട്രക്ഷൻ എന്നും. ഓക്കെ, മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയാണ് നമ്മൾ അനലിറ്റിക്കൽ എന്നും സിന്തറ്റിക്കൽ എന്നും പ്രോസസിംഗ് എന്നും അസംബ്ലിംഗ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ ലാസ്റ്റ് ഓഫ് ഓൾ ടെർഷ്യറി ഇൻഡസ്ട്രി, അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി വേരിയസ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്. മറ്റൊരു ക്ലാസ്സിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊമേഴ്സിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ സംബന്ധിച്ചും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടതായിട്ടുണ്ട്. അത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ.